ഇവിടെ ഒരു മൈലാഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ മൈലാഞ്ചി വാങ്ങിച്ചാണ്. ഇത് സാധാ മൈലാഞ്ചി അല്ല. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് രാവിലെ ഇട്ട് രാത്രി ഇത് കളയാൻ പാടുള്ളൂ, അത് നികത്തും ഇടണമെന്നാണ് പറഞ്ഞത്. നികത്തുമ്പോൾ ഇട്ടിട്ട് ഉണങ്ങി പിടിച്ച് വന്നിട്ടുണ്ട്. കുറേ ദിവസം കുറച്ച് ഇന്നലെ കൊണ്ട് ഇട്ടാണ്. പക്ഷേ അത് ഇവിടേക്കായപ്പോൾ ഇവിടെയാണ് കറക്റ്റ് ചോന്നത്. അപ്പോൾ അയാൾ പറഞ്ഞത് തെറ്റിപ്പോയി. വളരുമ്പോൾ ഇടാനുള്ള മൈലാഞ്ചിയാണത്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്, ഇനി രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടില്ല. അത് മാത്രമല്ല ഇന്ന് ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല മഴയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചി കുറച്ചിട്ടിട്ടുണ്ട്, ഇനി കുറച്ച് പണിയുണ്ടാവും. നിങ്ങൾക്ക് ആർക്കൊക്കെ മൈലാഞ്ചി കൈമിടാൻ ഒറ്റയ്ക്കിടാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓ കയ്യപ്പത്തോട് സാധനമൊക്കെ നിലത്ത് വിടൂട്ടോ, എല്ലാവരും ചിരിച്ചൂട്ടാ. അപ്പോൾ മൈലാഞ്ചി ഇടിയ അവിടെ അറ്റാണ്, അതുകൊണ്ട് ഞാൻ പതുക്കേനെയാണ് പോണത്. വരികയാണ് മനസ്സേ, ഞാൻ പതുക്കെ പതുക്കെ പോവുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, ഏറ്റവും പറ്റാണ്ടായത് ഈ കഴിയുമ്പോൾ മൈലാഞ്ചി ആയതുകൊണ്ട് കയറാൻ പറ്റില്ല. എൻ്റെ ദൈവമേ, അതെ മൈലാഞ്ചി വെച്ചിട്ടുണ്ട്. ഓ ഫ്രണ്ട്സ്, ഞാൻ അവിടെ പെട്ടു. അയ്യോ, ഇങ്ങനെ രക്ഷപ്പെട്ടതാട്ടോ. ഇനി പോകാണ്ടിരുന്ന കള്ളം. ഇവിടെ ഒരു വലിയ ഓടുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെയാണ് ഞാൻ എൻ്റെ ദൈവമേ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഇടുമ്പോൾ ആദ്യത്തെ റൗണ്ടാണ്ട് ഈ പാഞ്ച് കൊണ്ട് എടുക്കുന്നത് ചെറിയൊരു പാഞ്ചാണ്. ഇതിങ്ങനെ അമർത്തി അമർത്തി വെച്ചാണ്. അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് നമ്മുടെ കൈയാക്കി ഇതുമത്തെയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ വെള്ളമായതുകൊണ്ട് കഴുകാൻ പോയപ്പോൾ ചെള്ളി പിള്ളി കിട്ടും. ശരില്ല, മൈലാഞ്ചി ഇടാം. ആദ്യം തന്നെ നമ്മൾ വരയാണ് ഇടുന്നത്. കാര്യം തന്നെ വർക്ക് നോക്കാം. എന്തെങ്കിലും കുറച്ച് പൊടിയൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ. പോഞ്ചാണത്. ഇത് ഞാനൊരു സാധനം തുടക്കണ പോഞ്ചാണ് കേട്ടോ. അത് അറിയാണ്ട് ഞാൻ തൊട്ടപ്പോൾ കിട്ടിയ സാധനം. അത് കണ്ടില്ലേ, കുറച്ച് മണി ആക്കാണ്ട്. ആക്കിയിട്ടുണ്ട്. കടിച്ചാണ് മൈലാഞ്ചി വേണം. അതിനായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തേക്കാണ്. കുറേ വരെയൊന്നും തേക്കുമല്ലോ, അപ്പോൾ അവിടെ ഉണ്ടാവേ. അവിടെ ആ കടയിൽ പല തരത്തിലുള്ള മൈലാഞ്ചികളുണ്ടായിരുന്നു. സാധാ മൈലാഞ്ചി ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള മൈലാഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. 28 മാത്രമേ മഴ ഇല്ല കേട്ടോ. മഴ വളരെ ചെറുതാണ്. ഇത് അവിടെ ആ കടയുടെ പേര് ഒലിവ് എന്നാണ്. ഇവിടെ അടുത്തൊക്കെയാണ്. നല്ല ഷെൽസിനുള്ള കടയാണ് കേട്ടോ, ഡ്രസ്സുകളൊക്കെ. അപ്പോൾ അവിടെ തന്നെ അവിടെ കുറേ മൈലാഞ്ചികളുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച മൈലാഞ്ചിയാണ് ഇത്. എനിക്ക് കണ്ടപ്പോൾ ഇതിന് 25 രൂപയാണ്. ആദ്യം 10 എന്നായിരുന്നു, പിന്നെ ഇത് 25 ആക്കി. ഇവിടെ എഴുതിയിട്ടുണ്ട് 25-ന്ന്, അല്ല 10-ന്ന്. 25 ആയിരുന്നില്ല, 10 ആയിരുന്നു. അപ്പോൾ മാറ്റിയതാണ്.
ഈ മൈലാഞ്ചി ഫുള്ളും വേണ്ട വരുമെന്നാ തോന്നുന്നു എനിക്ക്. ഇരുമല് വളരെ പേടിയാണ് കേട്ടോ. ഏറ്റവും എനിക്ക് അത്രയ്ക്ക് പേടില്ല, പക്ഷെ എനിക്ക് ചെറുതായിട്ടൊക്കെ പേടിയാണ്. ഇത് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കൊള്ളാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഇട്ടൽ നിർത്തി. അതിന് നമ്മൾ ഈ ഒരു ഭാഗമായിട്ടൊന്ന് ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങനെയായിട്ട്. ഇവിടെ ഇടരുതെന്നായിരുന്നു ആ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇടാൻ പറ്റുമെന്ന് ട്രൈ ചെയ്തൊക്കാം. ഇങ്ങനെ ഇങ്ങനെ വരച്ചാണ് ഞാൻ കൊടുത്തത്. ഇതെങ്ങനെ ചിലപ്പോൾ വർക്കാവണമെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ 2 വെള്ളമുള്ളൂ കേട്ടോ. അത് ഈ മൈലാഞ്ചി കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനായിട്ട് ഇങ്ങനെ കുത്തുകളാണ്. കുറേ സമയം എടുക്കും കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടി ഞാൻ വീഡിയോ അയക്കാം. ഉണങ്ങി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടപ്പെട്ടതൊന്നും ഉണങ്ങില്ല. നമ്മൾ വിചാരിക്കണം അതിന് നല്ല സാധാ മൈലാഞ്ചി നല്ലത് വേറെയായിട്ട് മൈലാഞ്ചിയാണ്. പിന്നെ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നന്നായി ചോക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ആണെങ്കിൽ രാവിലെ മുതൽ അവിടെ വരെ കിടക്കുന്നത്. ഇത് മാതിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു കയ്യും കൂടിയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ കയ്യിൽ ഏത് ഡിസൈൻ ഉണ്ടെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഡിസൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വേണ്ടി ഇവിടെ ഒന്ന് ഇങ്ങനെ 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 നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ ഇങ്ങനെ കേട്ടോ വട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ടാങ്കളാണോ ഉദ്ദേശിച്ച് വെച്ചാൽ അതല്ല കിട്ടി. നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഈ മൈലാഞ്ചി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇത്രയ്ക്ക് ഇട്ടാൽ മതി. ഇനി എനിക്ക് അത്രയ്ക്കാണ്ട് അറിഞ്ഞൂടാ. ഇട്ട് കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ഉപ്പ് കൊടുക്കുന്നതോടെ ഇങ്ങനെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ അത്രയ്ക്ക് ആയിട്ടില്ല, അതുകൊണ്ട് കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മൈലാഞ്ചി ഇടിയാണ്. പക്ഷേ